ശ്രീ മഹാഗണപതേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനമാദ്യന്തഭീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി. നമസ്കാരം. സംസ്കൃതം മൂലശ്ലോകം ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം. ശ്രീമന് നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണ വാര്യർ. ശ്രീഹരേ നമഃ. ദശകം 19. ശ്രീഹരേ നമഃ. ശ്ലോകം 1. പൃഥോസ്തു നപ്താ പൃഥുധർമ്മകർമ്മഠ പ്രാചീനബർഹിർയുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസ സുതാനജീജനത്വൽ കരുണാങ്കുരാനിവാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മഖത്തിനിഷ്ടൻ പൃഥുപുത്രപൗത്രനാം പ്രചീനബർഹിസ്സിനഹോ ശതദ്രുതിയിൽ പ്രചേതസെന്നുള്ള കുമാരരെ ലഭിച്ചവർ ഭവാന്റെ ദയതന്റെ മുട്ടുകൾ. ശ്ലോകം 2. പിതു ശുശ്രൂക്ഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാ ദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പിതാവു സൃഷ്ടിക്രിയ ചെയ്യുവാൻ പറഞ്ഞവർ ദശർ നിന്നെ ഭജിക്കുവാനുടൻ നടന്നുപോയി പശ്ചിമവാരിധീതടേ മനോഹരം പൊയ്കയതൊന്നു കണ്ടുപോൽ. ശ്ലോകം 3. തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃത പ്രകാശമാസാദ്യപുര പ്രചേതസാമുപാദിശൽ ഭക്തതമസ്തവസ്തവം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭവാന്റെ ഭക്തൻ ശിവനിക്കുളക്കരൽ ഭവാന്റെ ഈ ഭക്തരെ വന്നു കാണുവാൻ അവർക്കു നൽകി ഉപദേശമീശനും ഭവൽ പ്രസാദത്തിനു രുദ്രഗീതവും. ശ്ലോകം 4. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശതായുധം സമാ ഭവൽ സുഖാസ്വാദരസാദമീഷ്വിയാൻ ബഭൂവകാലോ ധ്രുവവന്ന ശീഘ്രത. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വർഷായുധം നിന്നെ ഭജിച്ചു ഭക്തരാജലത്തിനുള്ളിൽ തപമായിരുന്നു പോൽ മനസ്സു നിൻ രൂപമതിൽ രമിക്കയൽ ധ്രുവന്റെ പോലല്ല പതുക്കയായി ഫലം. ശ്ലോകം 5. തപോഭിരേഷാമതിമാത്രവർദ്ധിഭിः സയജ്ഞഹിംസാ നിരതോപി പാവിത പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തപസ്സു മക്കൾക്കു കൊടുത്ത ശക്തിയാൽ മഖബലി പാപമൊഴിഞ്ഞിതച്ഛനും അറിഞ്ഞിതാത്മന്റെ ഗുണത്തെ നാരദാൽ ലഭിച്ചു പിന്നെ തവ രൂപസാമ്യത. ശ്ലോകം 6.
കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാഗാ പതകേന്ദ്രവാഹന വിരാജിചക്രാദിവരായുധാംശുഭിർഭുജാഭിരഷ്ടാഭിരുദഞ്ജിതദ്യുതീം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പരുന്തുമേലങ്ങുപവിഷ്ടനായി തഥാ കരങ്ങളെട്ടിൽ പ്രഭ വീശിടുന്നതാം ചക്രാദി ദിവ്യായുധമായി ദയാപരൻ പ്രചേതസർ മുന്നിലഹോ വിളങ്ങി നീ. ശ്ലോകം 7. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനദാ ഭവദ്വിചിന്താവിശിവായ ദേഹിനാം ഭവത്വസോ രുദ്രദുതിശ്ച കാമദാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ചോദിച്ചതില്ലൊന്നുമഹോ പ്രചേതസർ ദയാപരൻ നീ വരമേകിദാനമായി നിനയ്ക്കുകിൽ നിങ്ങളെ നന്മ ജീവികൾക്കഭീഷ്ടമേകും ബദ രുദ്രഗീതവും. ശ്ലോകം 8. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തൽക്ഷണാച്ച മാം പ്രയാസ്യഥേതി ജഗതോ മുദൈവതാൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തരൂസുതാം കന്യയെ വേൾക്കു നിങ്ങളും രമിച്ചിടൂ വർഷശതായുധം തഥാ ലഭിച്ചിടും പുത്രനതായി ദക്ഷനെ വരേണമെൻ ധാമം ഇതോതി പോയി ഭവാൻ. ശ്ലോകം 9. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം തുദുക്തകാലം സുഖിനോഭിരേമിരേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പരന്നു ലോകം നിറയും മരങ്ങളെ കരിച്ചു കോപേന നിറുത്തി പോരജൻ വരിച്ചവർ ദാരുസുതാം സത്സ്വതാരമായി സുഖിച്ചു നീ ചൊല്ലിയ കാലമത്രയും. ശ്ലോകം 10. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശ വാതാലയനാഥ പാഹി മാം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ജനിച്ചു ദക്ഷൻ സുതനായി മഹത്തെയും നടത്തി തത്വം പദ കിട്ടി നാരദാൽ ലഭിച്ചു മോക്ഷം തവ സാദൃശത്വമങ്ങതേ വിധം കാക്കുക എന്നെ നീ വിഭോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.